ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാളെ ഞായറാഴ്ചയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പായി ഇന്ന് കുറച്ച് സമയം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. ഇന്നത്തെ വിഷയം, നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം വിശുദ്ധിയാണ്. രണ്ട് ചോദ്യമുണ്ട്. വിശുദ്ധി നമ്മൾ പാലിക്കണോ? എന്തിന് വിശുദ്ധി നമ്മൾ പാലിക്കണം? ഈ രണ്ട് ചോദ്യത്തിൻ്റെയും ഉത്തരം വചനത്തിൽ തന്നെ ഉണ്ട്. നമുക്ക് തേടിയെടുക്കാം. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധനായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധനായിരിക്കുവിൻ. നമ്മൾ മുമ്പേ പറഞ്ഞ രണ്ട് ചോദ്യത്തിൻ്റെയും ഉത്തരം ഈ വചനത്തിലുണ്ട്. നമ്മളെ വിളിച്ചവൻ പരിശുദ്ധനാണ്. നമ്മൾ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ പരിശുദ്ധനായിരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എല്ലാ കാര്യത്തിലും, ഒരു കാര്യത്തിൽ മാത്രമല്ല പരിശുദ്ധനായിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. അപ്പോൾ നമ്മൾ വളരെ ഇതിന് പ്രാധാന്യമുള്ള ഒരു വചനമാണ്. എല്ലാ കാര്യത്തിലും നമ്മൾ പരിശുദ്ധരായിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ആയിരിക്കുന്ന, ഇപ്പോൾ നമ്മൾ പരിശുദ്ധരായിരിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനിയും അടുത്തൊരു വചനം നമ്മൾ കാണാൻ പോകുന്നത്, നമ്മൾ ആയിരിക്കുന്ന ഇടം പരിശുദ്ധമായി സൂക്ഷിക്കണം എന്നുള്ളതാണ്. വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: നിന്നെ സംരക്ഷിക്കുവാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും ആയി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിങ്ങളിൽ നിന്നും അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. ഇവിടെ വിശുദ്ധി, അശുദ്ധമായി ഒന്നിനെയും നമ്മൾ വസിക്കുന്ന ഇടങ്ങളിൽ കാണാൻ പാടില്ല എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. അശുദ്ധിയുമായി ഒരു കോംപ്രമൈസും കർത്താവിനില്ല. നമ്മൾ വസിക്കുന്ന ഭവനം വിശുദ്ധമായി സൂക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ നമ്മുടെ ഭവനത്തിൽ നമുക്ക് ഉണ്ടാകുകയുള്ളൂ. നമ്മുടെ മക്കൾ നമ്മളെ കണ്ടാണ് വളരുന്നത്. നമ്മൾ വിശുദ്ധിയായി ജീവിച്ചാൽ തീർച്ചയായും നമ്മുടെ മക്കൾ അത് കണ്ട് നമ്മൾ അവരെ ഒന്നിനും ഉപദേശിക്കേണ്ട കാര്യം പോലും വരികയില്ല. അവർ നമ്മൾ ചെയ്യുന്നത് പോലെ അവരും ചെയ്യും. നമ്മൾ വീട്ടിൽ ഇരുന്ന് മദ്യപിച്ചാൽ നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളെ കണ്ടാണ് അവർ വളരുന്നത്. അപ്പോൾ തീർച്ചയായും വചനത്തിൽ എഴുതിയിരിക്കുന്നത് പാളയം ശുചിയായി സൂക്ഷിക്കണം. നമ്മുടെ കർത്താവ് നമ്മുടെ ഭവനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അശുദ്ധമായത് എന്തെങ്കിലും നമ്മുടെ ഭവനത്തിൽ കണ്ടാൽ കർത്താവ് അവിടെ നിന്നും നമ്മളോട് ഇടപെടാതെ മാറി നിൽക്കും എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭവനം നമ്മൾ വിശുദ്ധമായി സൂക്ഷിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ ഭവനം ശുദ്ധിയായി സൂക്ഷിക്കണം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഭവനത്തിലിരുന്ന് മദ്യപിക്കുന്നവരുണ്ടോ? ഭവനത്തിലിരുന്ന് പുകവലിയുള്ളവരുണ്ടോ? ഇപ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കണം. ഇനി മുതൽ ഞാൻ എൻ്റെ ഭവനത്തിലിരുന്ന് മദ്യപിക്കുകയില്ല എന്നൊരു തീരുമാനമെടുക്കണം. തീർച്ചയായും വലിയ ഒരു ഇടപെടൽ നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ഭവനത്തിൽ ഉണ്ടാകും. അടുത്ത വിശുദ്ധിയെപ്പറ്റി ഉള്ള ഒരു വചനം ഇതാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യമാണ്. എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല.
എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കണം. എല്ലാ മനുഷ്യരോടും സ്നേഹത്തിൽ ഇടപെടാൻ നമ്മൾ ശ്രമിക്കണം. വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവീൻ എന്നാണ് പറയുന്നത്, കർത്താവ് പറയുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു പരിശ്രമമില്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല. നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വലിയ ഒരു സഹായം നമ്മുടെ കൂടെ വരികയുള്ളൂ. നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി ഇന്ന് ഞാൻ എൻ്റെ മദ്യപാനം നിർത്തുന്നു, ഇന്ന് ഞാൻ എൻ്റെ പുകവലി നിർത്തുന്നു എന്ന് തീരുമാനമെടുത്ത് നാളെ മുതൽ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഞാൻ തെറ്റുകളൊന്നും ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുത്ത് നാളെ അതിനുവേണ്ടി പരിശ്രമിക്കുവാണെങ്കിൽ തീർച്ചയായും കർത്താവ് നിന്നെ കൂടെ നിന്ന് നിന്നെ ഉള്ളം കരങ്ങളിൽ എടുത്തുകൊണ്ട് നിന്നെ സഹായിക്കും. ആ തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത്. പരിശ്രമിക്കുവീൻ എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധി കൂടാതെ, അടുത്തതായി പറയുന്നത്, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കില്ല. കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും പരിശുദ്ധനായിരിക്കുവീൻ എന്ന് പറയുന്നത് പോലെ തന്നെ കർത്താവിൻ്റെ ദർശിക്കണമെന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ ഒരു അനുഭവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വിശുദ്ധി നമ്മൾ പാലിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം നമ്മുടെ ഇടയിൽ ഉണ്ടാകുകയുള്ളൂ എന്നാണ് വചനം പറയുന്നത്. വിശുദ്ധിയെപ്പറ്റി അടുത്തൊരു വചനം പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ മത്തായിക്ക് എഴുതിയ മത്തായി 5-ാം അധ്യായം 8-ാം വാക്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അവിടെയും പറയുന്നത് നിന്റെ ഹൃദയം ശുദ്ധമാക്കുക എന്നാണ്. ഹൃദയശുദ്ധി, ഹൃദയത്തിൽ കാപട്യമുള്ളവർക്ക് ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല. ഹൃദയശുദ്ധി ഉള്ളവൻ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധി ഉള്ളവരാണ് ഭാഗ്യവാന്മാർ. നമ്മൾ ഭാഗ്യമുള്ളവർ പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ വചനം പറയുന്നു, ഹൃദയം ശുദ്ധമായി സൂക്ഷിക്കുന്നവനാണ് ഭാഗ്യവാൻ, അവരാണ് ദൈവത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധി നമുക്ക് വലിയ ഒരു പ്രൊട്ടക്ഷനാണ്. ശരിക്കും ഇത് യുവജനങ്ങളോടാണ് ഞാൻ പറയുന്നത്. യുവജനമായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശുദ്ധി പാലിക്കാൻ ശ്രമിക്കുക. വിശുദ്ധി പാലിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രൊട്ടക്ഷൻ ദൈവം നമുക്ക് തരും. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഇൻ്റർവ്യൂവിന് പോയി നിൽക്കുമ്പോൾ, നമ്മൾ വിശുദ്ധി പാലിച്ച് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇരുമ്പ് വാതിലുകൾ തുറക്കപ്പെടും. നമുക്ക് അവസരങ്ങൾ ദൈവം മുമ്പിൽ വെച്ച് തരും. 1000 ദൂതന്മാർ നമുക്ക് ചുറ്റും സഞ്ചരിക്കും. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരും. പക്ഷേ നമ്മൾ വിശുദ്ധി പാലിക്കണം. വിശുദ്ധി നമുക്ക് വലിയ, ആത്മീയ മനുഷ്യന് വിശുദ്ധി വലിയ ഒരു ആയുധമാണ്. വിശുദ്ധി പാലിക്കാൻ നമ്മൾ പരിശീലിക്കണം, നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. 1 കൊരിന്തോസ് 3:16 പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാകുന്നുവെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ശരിക്കും നമ്മുടെ ശരീരം ഒരു ദേവാലയമാണ്. മണ്ടയ്ക്കൊരു കുരിശില്ലെന്ന് മാത്രമേ ഉള്ളൂ. സക്കാരിയാകുന്ന ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുകയാണ്. ഈ ശരീരം നമ്മൾ പരിശുദ്ധമായി സൂക്ഷിക്കാനുള്ള ബാധ്യസ്ഥത നമുക്കുണ്ട്. ഈ ശരീരത്തിലേക്ക് തെറ്റായ ഒരു കാര്യങ്ങളും പ്രവർത്തിക്കാതിരിക്കാൻ നമ്മൾ വളരെ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മൾ ഇത് വിശുദ്ധമായി സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ നമുക്കടയ്ക്കാം. കർത്താവേ, അവിടുന്ന് പല തെറ്റുകളും എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നു. വചനത്തിലൂടെ ഞാൻ കണ്ടപ്പോൾ എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് പറയുന്നു. കർത്താവേ, ഈ ആലയം ഞാൻ വിശുദ്ധമായി സൂക്ഷിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അവിടുന്ന് നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ്.
എൻ്റെ ഉള്ളിലെ എല്ലാ ദുഷ്ടചിന്തകളും, എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. നാളെ ഞാൻ വിശുദ്ധ കുർബാന എടുക്കാൻ പോവുകയാണ്. അപ്പാ, അവിടുന്ന് അങ്ങയുടെ ശരീരവും ഭക്ഷിക്കുകയും അങ്ങയുടെ രക്തം പാനം ചെയ്യാൻ പോവുകയാണ്. അപ്പാ, നീ എന്നോട് കരുണ കാണിക്കണമേ. എൻ്റെ തീരുമാനങ്ങളെ ഞാനിപ്പോൾ എടുക്കുന്നു. ഇതെല്ലാം ഉപേക്ഷിക്കാൻ ഞാൻ എടുക്കുന്നു. കർത്താവെ, നീ എന്നെ സഹായിക്കണമേ. വിശുദ്ധിയിൽ വർദ്ധിക്കുവാൻ ഞാൻ പരിശീലിക്കാൻ ഞാൻ ആരംഭിക്കുകയാണ്. ഞാൻ ശ്രമിക്കാൻ പോവുകയാണ്. അപ്പാ, നീ എൻ്റെ കൂടെ നിൽക്കണമേ. എത്ര പ്രതികൂലങ്ങൾ വന്നാലും അതിനെയെല്ലാം നീ മാറ്റിത്തരണമേ. എല്ലാ പ്രതികൂല അവസരങ്ങളെയും അപ്പാ, നീ എൻ്റെ മുമ്പിൽ നിന്ന് നീ മാറ്റണമേ എന്ന് ഞാൻ നിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, നീ കൂടെ ഇരിക്കണമേ. അപ്പാ, കൂടെ ഇരിക്കണമേ. എല്ലാം അങ്ങയുടെ കരങ്ങൾ ഞാൻ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നല്ലൊരു ഞായറാഴ്ച ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.